തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ ഒഴിവാക്കാൻ നടപടി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി നജീബ് കുളങ്ങര നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം. കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് ഇന്നത്തേക്ക് 33 ദിവസം പിന്നിട്ടു. തെരുവുനായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം തുടങ്ങിയ യാത്രയാണ്. ഇന്ന് ഇവിടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലാണ്. 33 ദിവസമായി. ഉദ്ദേശലക്ഷ്യങ്ങൾ വേറെ ഒന്നുമല്ല. കൊല്ലാൻ ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഒരു സാധനത്തിനെ കൊല്ലാൻ ഞാനായിട്ട് പറയുന്നില്ല. അവർ കൊല്ലുകയോ കൊല്ലായിരിക്കും ഇവിടുത്തെ ആൾക്കാരുടെയാണ്. എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകണം, ബൈക്ക് യാത്രക്കാർക്ക് സ്വസ്ഥത നടക്കണം. തെരുവുനായകളെ കൊണ്ട് പോർത്തി പൊട്ടിയ നാടായിപ്പോയി. ഇന്ന് ഗൾഫിൽ നിന്ന് പോലും ആൾക്കാരെ ഇങ്ങോട്ട് കടത്തുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചിരിക്കുകയാണ്. ഇത് കൊല്ലണമെന്നല്ല പറയുന്നത്, അത് കോടതി വരെ പറയുന്നുണ്ട്. അവരവരെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവരവർക്ക് കൊല്ലാതെ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ഇവിടെയൊക്കെ തീരുമാനം എടുക്കുന്നത് വന്ധ്യീകരണം നടത്തി പിന്നെ ഇവിടെ ഒരു പാടയാണ് മുമ്പിട്ടിട്ട് ഇവിടുന്ന് 10 പട്ടിയെ പിടിക്കും, അപ്പുറത്ത് കൊണ്ടിടും, അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടിടും. അതാണ് നടക്കുന്നത്. അതല്ല വേണ്ടിയത്. എന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യത്തില്ല. കടി എന്തൊക്കെയാലും നമുക്ക് കിട്ടും. ഇവിടെ വന്ധ്യീകരണം ചെയ്തിട്ട് ഇവിടെ അവരും ചെയ്യുമോ? ഒന്നും ചെയ്യുന്നില്ല. അന്നേരം നമ്മളെ ദ്രോഹിക്കുകയാണ്. ഇതിനെതിരെയാണ് ഈ യാത്ര. വണ്ടി അടിച്ചാൽ അതുകൊണ്ട് നിർബന്ധമായി മാറ്റിയാൽ പറ്റും. ഇതിപ്പോൾ തെരുവുനായ 2ാം വിഷയം. ഇനി വന്നാൽ സാറേ ഇതിപ്പോ കളിയാക്കൊണ്ടായാലും ഇതിനപ്പുറം കളിക്കണം. ഒറ്റയ്ക്കായാലും ചെയ്യാൻ വേണ്ടി കാര്യമൊന്നും നിർദ്ദേശം വെച്ചു. ഇത് പാസ്സാക്കേണ്ടത് ഇവിടുത്തെ സാറിന്റെ മക്കൾക്ക് വേണം. അല്ലെങ്കിൽ സാറന്മാർ ജോലി രാജിവെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളുകളിൽ പോകണം. അങ്ങനെ കൊണ്ട് സാറന്മാർ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്മാറും. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഉദ്യോഗസ്ഥരുമായി തെരുവുനായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ദിവസേന 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ ആളുകളെയാണ് തെരുവുനായ ആക്രമണത്തിൽ ഇരയാകുന്നത്. ജനം ഭയത്തോടെയാണ് റോഡിലിറങ്ങി സഞ്ചരിക്കുന്നതെന്ന് നജീബ് പറഞ്ഞു. നായയുടെ വേഷം ധരിച്ച് കളമശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ തെരുവ് നാടകം ശ്രദ്ധേയമായി. തെരുവുനായ ശല്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇതിൽ പരിഹാരം കാണുന്നതുവരെ യാത്ര തുടരുമെന്നും നജീബ് പറഞ്ഞു. 90ഓളം പൊതുനന്മയായുള്ള കാര്യങ്ങൾ നടപടിയുണ്ടായതിനാൽ ഈ കാര്യത്തിലും നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നജീബ്. എൻ്റെ പേര് നജീബ് കളങ്ങര എന്നാണ്. കൊല്ലം ജില്ലയിലാണ്, തേവലക്കരയിലാണ്. ഒരു സോഷ്യൽ വർക്കറാണ്. ഇത് 90ാമത്തെ യാത്രയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതും വിജയിക്കുമെന്നുള്ളത് 100% വിശ്വാസമാണ്. ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്നത് ഈ ചുട്ട വേദത്തിൽ. കാരണം തെരുവുനായ 2ാം വിഷയമാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് അതിൻ്റെ പകർപ്പ് എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ എനിക്കൊരു ഉറപ്പ് കിട്ടിയത് തെരുവുനായ വന്ധീകരണവും ചെയ്ത് ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട്. അത് എത്രയൊക്കെ ചെയ്ത് എവിടെയൊക്കെ ചെയ്ത് അതിൻ്റെ ഫണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള അന്വേഷണമാണ് ഈ യാത്രയ്ക്ക്. എല്ലാ പഞ്ചായത്തും എനിക്ക് കയറാൻ പറ്റത്തില്ല. എന്നാൽ പറ്റുന്ന പഞ്ചായത്തുകളും ജില്ലകളും കയറി വരികയാണ്. ഇത് ഇത്രയും ദിവസമായി പമ്പുകളിലാണ് കടത്ത. പിന്നെ ആരെങ്കിലും ആഹാരം ചെയ്യുമ്പോൾ അതും കഴിച്ചെന്നതാണ്.